ഇന്നലെ മുതൽ മണ്ണാർക്കാട് സോഷ്യൽ മീഡിയയിലും വാർത്താമാധ്യമങ്ങളിലൂടെയൊക്കെ മണ്ണാർക്കാട് മുനിസിപ്പൽ കൗൺസിലറും അതുപോലെ CPM-ൻ്റെ ലോക്കൽ സെക്രട്ടറി ആയ വ്യക്തിയെക്കുറിച്ച് ഇവിടെയുള്ള മുനിസിപ്പാലിറ്റിയിൽ നടക്കുന്ന വർക്കുകളുടെയൊക്കെ ശതമാനക്കണക്കിന് കരാറുകാരിൽ നിന്ന് വാങ്ങുകയാണെന്ന് നിർബന്ധപൂർവം ചോദിക്കുകയാണ്. എന്നാൽ റോഡ് പണി ഏത് രീതിയിലെടുത്താലും മതി, ഒക്കെ ഒപ്പിച്ച് പണിയെടുത്താൽ മതി, അത് വീണ്ടും അടുത്ത കൊല്ലം വീണ്ടും ഫണ്ട് വെക്കാം, ടെൻഡർ വെക്കാം, അതുകൊണ്ട് ഞങ്ങൾക്ക് കിട്ടാനുള്ള വിഹിതം കിട്ടണം എന്നുള്ള ഒരു ഉറച്ച തീരുമാനപ്രകാരമാണെന്ന് പറഞ്ഞ് അവരുടെ പാർട്ടിക്കാരനെ SFIയുടെ പ്രവർത്തകർ LDF-ൻ്റെ പ്രവർത്തകർ തന്നെ വാർത്താസമ്മേളനം നടത്തി പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ അവരുടെ വാർഡുകളിൽ നടന്ന വർക്കുകളെക്കുറിച്ച് ശക്തമായ അന്വേഷണം നടത്തി അത് അതിൻ്റെ നീചസ്ഥിതി പുറത്തു കൊണ്ടുവരണമെന്നാണ് ഞങ്ങൾ ശക്തമായി ആവശ്യപ്പെടുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ വാർഡ്, അതുപോലെ കഴിഞ്ഞൂറി അദ്ദേഹം പ്രതിനിധാനം ചെയ്ത വാർഡ്, ഈ 2 വാർഡുകളിലും ആണ് പ്രവൃത്തികൾ, റോഡുകളൊക്കെ വളരെ മോശമായി പണിയെടുത്തതാണ് അവർക്ക് പൊതുജനങ്ങളൊക്കെ ആവശ്യപ്പെടുന്നത്. അപ്പോൾ അത് ഏത് രീതിയിൽ പണിയെടുത്തു, അത് എത്ര ക്വാളിറ്റി ഉണ്ടോ ഇല്ലേ എന്ന് മുനിസിപ്പാലിറ്റിയിലെ എഞ്ചിനീയർമാരോ അതല്ലെങ്കിൽ പുറത്തുനിന്നുള്ള ആളുകൾ വെച്ചോ അതായത് അന്വേഷണം നടത്തി അതിൻ്റെ ഒരു വ്യക്തത നമുക്കറിയണം. അതുപോലെ ഒരു SC കോർപ്പസ് ഫണ്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു, നമ്മൾ പത്രത്തിലും മാധ്യമങ്ങളിലൊക്കെ കണ്ടിരുന്നു. അത് ചിലവാക്കേണ്ട കോളനികളിലല്ല ചിലവാക്കാതെ മറ്റ് ഉദ്യോഗസ്ഥന്മാരെയൊക്കെ ഭീഷണിപ്പെടുത്തി അതിനുള്ള ഫീസിബിലിറ്റിയൊക്കെ വാങ്ങി മറ്റു പല താല്പര്യത്തിനനുസരിച്ച് വാർഡ് കൗൺസിലർ താല്പര്യത്തിനനുസരിച്ച് മറ്റു ഭാഗങ്ങളിലൊക്കെയാണ് അത് പണിയെടുത്തിട്ടുള്ളതെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ആരോപണം ഇവരുടെ ഭാഗത്തുനിന്നുണ്ടാകുകയാണെങ്കിൽ ഇത് പറയാൻ പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ പറയാത്ത എത്രയോ കോൺട്രാക്ടർമാർ മണ്ണാർക്കാട് നഗരസഭക്കകത്തുണ്ടാവും. ഇതിൽ പ്രധാനമായിട്ടും നമ്മൾ ചൂണ്ടിക്കാണിക്കുന്നത് ഏകദേശം ഈ കൗൺസിലർ 10 വർഷത്തോളമായി മണ്ണാർക്കാട് നഗരസഭയിലെ വിവിധ വാർഡുകൾ പ്രതിനിധീകരിച്ചിട്ടുള്ള ഒരു കൗൺസിലറാണ്. അതായത് നിലവിലെ 21ാം വാർഡ് കൗൺസിലറാണ്. അതായത് കഴിഞ്ഞ പ്രാവശ്യം 22ാം വാർഡ് കൗൺസിലറും കഴിഞ്ഞ പ്രാവശ്യം 21ാം വാർഡ് പ്രതിനിധീകരിച്ച ജനപ്രതിനിധിയാണ്. അപ്പോൾ അദ്ദേഹത്തിനെതിരെ വ്യാപകമായ പരാതികൾ പല ഭാഗത്തു നിന്നും കേൾക്കാൻ ഇടയുണ്ടായിട്ടുണ്ട്. ഇപ്പോൾ അതായത് കൺസ്ട്രക്ഷൻ വർക്കുമായി ബന്ധപ്പെട്ട് ലൈസൻസ് ഉള്ള കോൺട്രാക്ടർമാരാണ് ജനമധ്യത്തിൽ ഇത് വെളിപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഇതിൽ പണപ്പിരിവ് നടത്താൻ കണ്ടെത്തിയിട്ടുള്ള മാർഗം എന്നുള്ളത് മണ്ണാർക്കാട് നഗരസഭയിൽ PSO വാങ്ങി ഓരോ പ്രദേശത്തിനും ഫിക്സിത ഫണ്ട് അനുവദിച്ചുകൊണ്ട് റോഡ് നിർമ്മാണം പ്രവൃത്തി നടത്തുമ്പോഴും പല കോൺട്രാക്ടർമാരും അതിൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ ഒരു ഉത്തരവാദിത്തപ്പെട്ട പാർട്ടി എന്നുള്ള നിലയ്ക്ക് ഞങ്ങളെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്നിരുന്നാലും അതിൽ വ്യാപകമായൊരു പണപ്പിരിവ് നടന്നു എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഇത് ഞെട്ടിക്കുന്നൊരു വിഷയമാണ്. കാരണം ഇതിന് പണം കണ്ടെത്താനുള്ളൊരു മാർഗം ഈ ജനപ്രതിനിധി മുന്നോട്ട് വെച്ചത് നിർമ്മാണ പ്രവർത്തനം എങ്ങനെ നടത്തിയാലും വേണ്ടിയിരുന്നില്ല, ഞങ്ങൾ ആവശ്യപ്പെടുന്ന ഫണ്ട് പാർട്ടിക്ക് തരണമെന്നാണ് അവിടെ ആരോപണം ചെയ്തത് CPM-ന്. അപ്പോൾ മണ്ണാർക്കാട്ടത്തെ കോൺട്രാക്ടർമാരെ പണം കൊയ്യുന്നൊരു മരമായിട്ടാണ് ഇവിടുത്തെ CPM പാർട്ടി കാണുന്നത് എന്നാണ് ഞങ്ങൾ വിലയിരുത്തുന്നത്.